ഹലോ ഗായ്സ്, രാവിലെ തന്നെ മറിയാമ്മ എണീറ്റിട്ടുണ്ട്. അവളെ ഞാൻ പുഞ്ഞാരിപ്പിക്കുകയാണ് കേട്ടോ. അവളെ എണീറ്റാൽ അവളെ പുഞ്ഞാരിപ്പിക്കണം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വലുതായി പിന്നെ കുറച്ച് കുസൃതിയും കുറുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൾക്ക്. ഏത് നേരവും എവിടെയെങ്കിലും ചെന്ന് വീഴുക, തല മുട്ടിക്കുക, ഇതാണ് അവളുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. നൈറ്റി മാറി ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അമ്മ വഴക്ക് പറഞ്ഞു. ഇന്ന് മറിയാമ്മനെ നോക്കാനുള്ള ഡ്യൂട്ടി നമ്മുടെ ലയമ്മക്കാണ് കേട്ടോ, ലയാപ്പിക്കാണേ. അതിന് ഞാൻ രാവിലെ തന്നെ ഒരു കട്ടൻ ചായയും ഒരു പുട്ടും പയറും, രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 11 മണിയായിട്ടാണ് ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇതേ മറിയാമ്മ പിന്നെയും മാങ്ങയൊക്കെ കഴിക്കാം കേട്ടോ. ഞാൻ ചോറ് ഉണ്ണുമ്പം മാങ്ങ മുട്ടക്കറിയൊക്കെ ആയിരുന്നു തിന്ന്. മറിയാമ്മ ഇപ്പം ഈ ഒരു ഏരിയയിൽ സ്ഥിരം കുറ്റിയാണ്. നിഖിൽ വന്നിട്ടുണ്ട് കേട്ടോ വൈകിട്ടായപ്പം. അപ്പോൾ മറിയാമ്മക്ക് ഒരു ചെറിയൊരു സർപ്രൈസായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. പക്ഷേ സർപ്രൈസ് ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി. ഞങ്ങൾ പറഞ്ഞ സാധനമല്ല വന്നത്. എന്നിട്ട് നിഖിൽ രണ്ടാമത് പോയി അത് മാറ്റി മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ 2 ദിവസമായി അത് ഓർഡർ ചെയ്തിട്ട് സാധനം ഇപ്പോഴാണ് കൈ കിട്ടിയത്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ആലുവയിൽ നിന്നുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത് കേട്ടോ. വേറെ നല്ല അവളെ ഉന്തിക്കൊണ്ടിറക്കാനും അവൾക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാറെന്ന് പറയാൻ പറ്റുമോ അറിയില്ല. ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ ഞങ്ങൾ മറിയാമ്മക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അധികം പൈസയൊന്നും ആയില്ല, ബിലോ 2000 അത്ര ആയുള്ളൂ തോന്നുന്നു. ഇത് ഞങ്ങൾ മിനിയൻസിൻ്റെ ഒരു തീമിലാണ് കേട്ടോ വാങ്ങിയത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ തീം. അതേ ഞാൻ നിഖിലിന് BDF വേണമെന്ന് കേട്ടോ. നമ്മുടെ ഷാൻ ജീവൻ ചേട്ടൻ്റെ BDF ഉണ്ട്. ഷാൻ ജീവൻ ചേട്ടൻ്റെ BDF അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നിഖിലതേ അത് നന്നാക്കാനുള്ള പണിയിലാണ് കേട്ടോ. അത് ഇച്ചിരി പണിയുണ്ട്, അത് എല്ലാം പാർട്സായിട്ടാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ ഇച്ചിരി പണിയുണ്ട് കേട്ടോ. അപ്പോൾ മറിയാമാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാട് ബഹളമാണ്. എങ്ങനെയെങ്കിലും അതിൻ്റെ പുറത്തൊന്ന് കയറി ഇരുന്നാൽ മതി എന്നാണ് നമുക്ക്. അത് കണ്ടിട്ട് അവൾക്ക് ഇരിക്കപ്പൊറുതി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൽ ഇതുവരെ അവൾ ഇരുന്നിട്ടില്ല. നല്ല കസിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇവർക്ക് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ ആ സാധനം. അവൾക്കാണെങ്കിൽ അത് കണ്ടിട്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ പുറത്തുനിന്ന് കയറി ഇരുന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ എനിക്കത് കുറേ നേരം കഷ്ടപ്പെട്ടാണ് ഇതിന് ഈ പരുവത്തിലാക്കിയത്. എന്നിട്ട് പറയുമ്പോൾ അത് കുറേ നേരം ഓടിച്ചൊക്കെ നിന്ന് കുറേ നേരം സമാധാനപ്പെട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ BDFും കൊടുക്കുന്നുണ്ട് നിഖിലാണെങ്കിൽ ഷാൻജിയോൻ്റെ BDF ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി, നിഖിലിന് ഇഷ്ടമായി, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഞാൻ അടുത്തതും കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ വീഡിയോയിൽ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.